ഓം നമ ശിവായ. 2025 ജനുവരി മാസം 27-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം. ഗ്രഹസ്ഥിതി പ്രകാരം ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. കേതു കന്നി രാശിയിൽ നിൽക്കുന്നു. ചന്ദ്രൻ ധനുരാശിയിൽ നിൽക്കുന്നു. സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു. ശുക്രനും ശനിയും കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത്. ആദ്യമായിട്ട് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരുടെ നക്ഷത്രഫലം പറയാം. ഇവരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമാകണമെന്നില്ല. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതി മെച്ചമാകണമെന്നില്ല. മാതാവിനെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതി മോശമാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽപരമായുള്ള മേഖലകളിൽ അത്ര വലിയ നേട്ടമൊന്നും വന്നു ചേരുന്ന ദിവസമല്ല തിങ്കളാഴ്ച ദിവസം. അങ്ങനെ പല പ്രകാരത്തിലും വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല. ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നേത്രരോഗവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർ അറിഞ്ഞിരിക്കുക. ഇനിയും ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരൻ 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. അവരുടെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഇവരുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേനയുള്ള പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അതുകൊണ്ട് സൂക്ഷിക്കണം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല. ശത്രുതകളൊക്കെ നിറഞ്ഞ അനുഭവങ്ങളായിട്ട് വന്നു ചേരാനും ഇടയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളും കുടുംബ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതകളും ഒക്കെ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വലിയ നേട്ടമൊന്നും പറയുവാൻ തക്ക ഒരു ഗ്രഹസ്ഥിതി ഇല്ലാത്ത ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവരുടെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് 2-ൽ ചൊവ്വയും അഷ്ടമത്തിൽ ചന്ദ്രനും നിൽക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണുള്ളത്. അപ്പോൾ രണ്ടും നേട്ടത്തെ കൊടുക്കുന്ന ഗ്രഹസ്ഥിതിയല്ല. ഭാഗ്യക്കേടുകളും തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് വലിയ അധ്വാനമൊന്നുമില്ലാതെ തൊഴിലിൽ നിന്നും ധനം വന്നു ചേരുമെന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട്. ആ ഒരു അനുഭവം ചിലർക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ദേഹത്തിന് മാത്രം അനുകൂലമാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമാകണമെന്നില്ല. പല പ്രകാരങ്ങളിലുള്ള പ്രതിസന്ധി അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ, ശത്രുതകൾ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് ഈ മിഥുനക്കൂറുകാർ അറിഞ്ഞിരിക്കുക. അപ്പോൾ തിങ്കളാഴ്ച ദിവസം വലിയ നേട്ടങ്ങളൊന്നും, സൗഭാഗ്യമായ നേട്ടങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ നാളുകാരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അതുപോലെ തന്നെ പിതാവിൻ്റെ സഹോദരങ്ങൾ, പിതാവിൻ്റെ കുടുംബം, അവർക്കൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതുപ്രകാരമുള്ള അനുഭവങ്ങളും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊരു പക്ഷേ ബാധകമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല് പൂയ മാലിന്യ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അത്ര നല്ല അനുഭവങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യത കുറവാണ്. രോഗത്താൽ ഭാരപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. ശത്രുശല്യം കാണുന്നു. കടബാധകളാൽ ഭാരപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം. അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയൊക്കെ അനുഭവത്തിൽ വന്നു ചേരാനിടയുണ്ട്. എല്ലാം കൊണ്ടും വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല് പൂയം ആയില്യം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് കാര്യപരാജയം സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ധനപരമായിട്ടുള്ള സ്ഥിതി മെച്ചമാകണമെന്നില്ല. ബന്ധുക്കളുടെ സഹകരണം കാര്യമായി ഉണ്ടാകണമെന്നില്ല. മാതാവിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരുപക്ഷെ ബുദ്ധിപരമായി കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചേക്കാം. പക്ഷെങ്കിൽ അതെല്ലാം നേട്ടമായിട്ട് വന്നു ചേരണമെന്നില്ല. ചിലർക്കൊക്കെ ദേഷ്യം വന്ന് ക്രൂര കൃത്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യവും ഉണ്ട്. അവരുടെ മനസ്സിൽ അങ്ങനൊരു ചിന്ത വന്നു ചേർന്ന്
അവർക്ക് ക്രൂരകൃത്യങ്ങൾ ചെയ്യേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേരും. ചിലരൊക്കെ അത് മുഖേന വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിങ്ങക്കുറുകാർക്കും അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. നഷ്ടാനുഭവങ്ങൾ കാര്യപരാജയത്തിൽ കൂടെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് ചിങ്ങക്കുറുകാർ മനസ്സിലാക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അനുകൂലമായ ഒരു ദിവസമല്ല. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ധനഹാനി, മാനഹാനി ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും വന്നു ചേരുന്ന ദിവസമല്ല. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ശത്രുതകളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ബദ്ധശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട്. പല പ്രകാരങ്ങളിലുള്ള തിക്താനുഭവങ്ങളാണ് കന്നിക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. പ്രശ്നങ്ങളിലൊന്നും പോയി അകപ്പെടാതെ സൂക്ഷിക്കുക. ഇവർക്ക് ധനനഷ്ടത്തിനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായ സഹകരണമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല തിങ്കളാഴ്ച ദിവസം. അവർ മുഖേനയുള്ള പ്രതിസന്ധികളായിരിക്കും വന്നു ചേരുവാൻ ഇടയുള്ളത്. അതുപോലെ തന്നെ ബുദ്ധിപരമായ പരാജയങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മാതാവിന് ശത്രുത, അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായുള്ള സ്ഥിതി മോശം, തൊഴിലിടങ്ങളിലെ സ്ഥിതി മോശം, അങ്ങനെ ഒട്ടേറെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് തുലാക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് തിങ്കളാഴ്ച ദിവസം. ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് നല്ല തൊഴിൽ സാഹചര്യവും ധനപരമായ നേട്ടമൊക്കെ കൈവന്നാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ നക്ഷത്രഫലം ഒന്നും ബാധകമല്ല. അവർക്ക് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഇവർക്ക് ഈ തിങ്കളാഴ്ച ദിവസം അനുകൂലമല്ല. ഇനി അതൊക്കെ അനുകൂലമായി വന്നാൽ അത് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ദശാകാലനാഥനോ അല്ലെങ്കിൽ ദശാകാലത്തുള്ള അപഹാരനാഥനോ നൽകുന്ന ഒരു നല്ല അനുഭവമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമല്ല. കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ഭാഗ്യാനുഭവങ്ങളോ ഒന്നും തന്നെ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. ഏതൊരു കാര്യത്തിലും ഏർപ്പെട്ടാലും പരിപൂർണമായ വിജയമൊന്നും അവർക്കുണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതത്തിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു മങ്ങലേൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രസരിപ്പില്ലാത്ത, ഊർജ്ജസ്വലതയില്ലാത്ത അനുഭവങ്ങളുമായിട്ട് ഈ തിങ്കളാഴ്ച ദിവസം വൃശ്ചികക്കൂറുകാർ കടന്നു പോകുന്ന ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമാകണമെന്നില്ല. അതുപോലെ തന്നെ കുടുംബസുഖം തൃപ്തികരമായി ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സ്ഥിതി ഇവർക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. ബന്ധുക്കൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറുന്നു. ബന്ധുക്കളെ കൊണ്ട് ഒരു ഗുണവുമില്ലാത്ത അനുഭവത്തിൽ കൂടി നാളുകാർ കടന്നു പോകും. തൊഴിലിടങ്ങളിൽ നിന്നുള്ള ധനസ്ഥിതി ഇവർക്ക് അനുകൂലമാകണമെങ്കിലും കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ഇവർക്കുണ്ടാകണമെന്നില്ല. തൊഴിലിടങ്ങളിൽ പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരുടെ മാതാവിനും പ്രതിസന്ധിയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ല. ദാമ്പത്യ ജീവിത പ്രതിസന്ധികളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. കടബാധ്യത, രോഗം, ശത്രുത എന്നിവയാൽ വലുതായിട്ടൊന്നും ഭാരപ്പെടുവാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഇവർക്ക് കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ദാമ്പത്യ ജീവിത വിജയമോ തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയോ ഉയർച്ചയോ അങ്ങനെയുള്ള നേട്ടങ്ങളൊന്നും തന്നെ ഇവർക്ക് വന്നു ചേരുന്ന ദിവസമല്ല. ഒരു സാധാരണ ജീവിത അനുഭവത്തിൽ കൂടി ഈ ധനുക്കൂറുകാർ കടന്നു പോകുന്ന ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ഒരുപാട് മാനസികമായും ശാരീരികമായും തകർന്നു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവരുടെ പെൺമക്കൾ മുഖേനയുള്ള പ്രതിസന്ധികൾ ഇവർക്കുണ്ടാകാം. അതുപോലെ തന്നെ ഇവർക്ക് മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാം. അങ്ങനെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ദോഷങ്ങൾ ഇവർക്ക് വന്നു ചേരാം. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സമയമാണിപ്പോൾ. അവർക്ക് ബുദ്ധി പരാജയപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അറിവ് പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുമുഖേനയുള്ള തിക്താനുഭവങ്ങൾ, നഷ്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഈ പോലീസ് പിടിച്ച് പെറ്റി കേസുകളിലൊക്കെ അപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളിലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ദാമ്പത്യ ജീവിതം, തൊഴിൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും അവർക്ക് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും തിക്താനുഭവങ്ങളും മാനസികമായും ശാരീരികമായും വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവരുടെ പെൺമക്കളെ കൊണ്ടുമൊക്കെയുള്ള വേദനാജനകമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഇപ്പോൾ തിങ്കളാഴ്ച ദിവസവും അതിൻ്റേതായ അനുഭവത്തിൽ കൂടി ഈ മകരക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൊരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ദാമ്പത്യ ജീവിത പ്രതിസന്ധികൾ അവരിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ അവരിൽ പ്രവർത്തന വിജയം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം. ഏതൊരു കാര്യത്തിലും കുറേ നേട്ടം വരാം, ഏതൊരു കാര്യത്തിലും കുറേ പരാജയം വരാം. അങ്ങനെ സുഖ ദുഃഖ സമ്മിശ്രമായ 50% സുഖം, 50% നഷ്ടം, അങ്ങനെ 50% ദുഃഖം. അപ്പോൾ ഇങ്ങനെയുള്ള സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും കുംഭക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമാകണമെന്നില്ല, പിതാവിൻ്റെ സ്ഥിതി മെച്ചമാകണമെന്നില്ല. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് പെൺമക്കളുടെ സ്ഥിതി മെച്ചമാകണമെന്നില്ല, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. പ്രതിസന്ധികൾ ഒത്തിരി വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിലും അതിനിടയ്ക്കൊക്കെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള അനുകൂലമായ അനുഭവങ്ങളും ചിന്തകളും അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരികയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമാണ്. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അതിൻ്റേതായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസവുമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം, സ്വസ്ഥത, ദേഹനിന്മ അത്ര അനുകൂലമാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം കൈവരിക്കണമെന്നില്ല. മക്കളുടെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല. തൊഴിൽ മേഖലയിലെ അനുഭവം നല്ലതാകണമെന്നില്ല. മാതാവിൻ്റെ സ്ഥിതി മെച്ചമാകണമെന്നില്ല. ദാമ്പത്യ ജീവിത സുഖം കാര്യമായി ഉണ്ടാകണമെന്നില്ല. അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാനാണ് കൂടുതലായിട്ടും സാധ്യത. ചിലരെ സംബന്ധിച്ച് നല്ല ദാമ്പത്യ ജീവിത വിജയവും സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാമെങ്കിലും കൂടുതലും പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യത. കാരണം ചന്ദ്രൻ ബലമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ബലമില്ലാത്ത ഒരു ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ നിന്നാൽ ഒരു ജാതകനെ സംബന്ധിച്ച് ആ ജാതകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും കാര്യമായ നേട്ടമോ വിജയമോ ഒന്നും വന്നു ചേരത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്രകാരമാണ് ഞാൻ ഈ നക്ഷത്രഫലം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ ബലമായി കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളെല്ലാം നല്ല അനുഭവങ്ങളായി വന്നു ചേരും എന്നുള്ളതും മീനക്കൂറുകാർ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ജനുവരി മാസം 31-ാം തീയതി നടക്കുന്ന രാഹുകേതു ദോഷപരിഹാര പൂജയിൽ താല്പര്യമുള്ളവരൊക്കെ പങ്കുചേരുക. തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടമായി മാറും. അപ്പോൾ മഹാദേവൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.